മെഡിക്കൽ ബോർഡ് അംഗീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഇപ്പോൾ ഈ മാറിയ പരിസ്ഥിതിയിൽ? ഞങ്ങൾക്ക് ഇത്രയും വർഷമുള്ള നഷ്ടങ്ങൾ, ഞങ്ങൾ അനുഭവിച്ച വേദനക്കോ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒന്നിനും പകരം വെക്കാൻ കോടികൾ തന്നാലും മതിയാവൂല. പക്ഷേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക നഷ്ടം. ഇനിയും ഇപ്പോഴും ഞാൻ തുടർ ചികിത്സയിലാണ്. ഇപ്പം ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഇരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. അപ്പൊ ഇപ്പം ഇനിയും തുടർന്ന് എത്ര കാലം ചികിത്സ തുടരണമെന്നും അറിയില്ല. എല്ലാരും പറഞ്ഞു കത്രിക എടുത്തില്ല, ഇനിയിപ്പോ എന്താ? കത്രിക എടുത്തതിന് ശേഷം ഒരു സർജറി നടന്നു. മൊത്തം ഈ ഒരു പ്രായത്തിനുള്ളിൽ ഒരുപാട് സർജറികൾ കഴിഞ്ഞു. ഇനിയും ചികിത്സകൾ ആവശ്യമാണ്. ശരിയായ ഒരു ആരോഗ്യാവസ്ഥയിലല്ല ഉള്ളത്. അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം, ഇവിടെ എത്ര ആരോഗ്യരംഗം എത്ര കുതിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നഷ്ടം നികത്താൻ പറ്റൂല. ഈ നഷ്ടം നികത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും ഗവൺമെന്റിനും എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യും എന്നുള്ളതാണ്. പോയിന്റ് ചോദിച്ചോട്ടെ. ഞാൻ ഈ പ്രൈവറ്റിന്റെ പറഞ്ഞുകൊണ്ടാണ് ഈ സഹോദരിയുടെ 2 ലക്ഷം കൊടുത്തിട്ട് അവർ വാങ്ങിച്ചില്ല എന്ന് ജയിക്കും പറഞ്ഞിട്ട് വലിയ എമൗണ്ട് പോലെയാണ്. ഈ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ വെളിയിൽ പോയി എത്ര കോടികൾക്കാണ് ചികിത്സിക്കുന്നത്. ഒരു വസ്തു എടുക്കുമ്പോഴത്തെ പൊന്നുമല കൊടുക്കും. നമ്മളെക്കാൾ എത്ര പ്രായം കുറഞ്ഞ സഹോദരിയാണ്. അവരുടെ ജീവന് 2 ലക്ഷം രൂപ വിലയുള്ളൂ. മര്യാദകൾ 25 ലക്ഷം രൂപ നിന്ന നിലയ്ക്കാണ് കോടികൾ ചെലവാക്കി. മരിച്ചപ്പോഴേ അങ്ങേക്ക് കൂടി പ്രിയങ്കരനായ എന്റെ നാട്ടുകാരൻ ഉഴവൂർ വിജയ് മരിച്ചപ്പോ CMDRF-ൽ നിന്ന്, അതായത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 25 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി 2 ദിവസം എടുത്തില്ല. പിന്നെ എന്തിനാണ് ഇതിൽ ഇത്ര വൈകാതെ? അവർ കൃത്യമായി ഇതുവരെ ഉണ്ടായ ചികിത്സയുടെ ചെലവിന്റെ കണക്ക് അവർ ബോധ്യപ്പെടുത്തിയാണ്. അത് 2 ലക്ഷത്തെക്കാൾ എത്രയോ അധികം വരും. അതെങ്കിലും കൊടുക്കാനുള്ള മനുഷ്യപ്പറ്റി സർക്കാർ കാണിക്കണം. എന്തായാലും ഇതിനകത്ത് ഡോക്ടർ ലാൽ പറഞ്ഞത് എന്താണ്? നമ്മളുടെ മെയിൻ സ്ട്രീം രാഷ്ട്രീയ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പിണറായി വിജയനൊക്കെ പുറത്തു പോയി എത്രയോ ലക്ഷക്കണക്കിന് ചികിത്സിക്കുന്നു. ഞാൻ പറയുന്നു, അങ്ങേക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അങ്ങയുടെ അവസരത്തിൽ വ്യക്തമാക്കിയാൽ മതി. വിദേശത്ത് പോയി ചികിത്സിച്ച കേരളത്തിന്റെ ബഹുമാനിയായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ അസുഖം എന്തായിരുന്നു? മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിച്ച ശ്രീ പിണറായി വിജയന്റെ അസുഖം എന്തായിരുന്നു? എനിക്ക് ഉറപ്പുണ്ട് ഇദ്ദേഹത്തിന് അറിയില്ലെങ്കിലും ആങ്കർ എന്ന നിലയിൽ രോഗികൾക്കും പൈസ കൊടുക്കുമായിരുന്നു. ഇതെന്തൊരു കഷ്ടമാണ്. ഞാൻ അക്ഷരാർത്ഥത്തിൽ ചോദിക്കും, ഇതെന്തൊരു കഷ്ടമാണ്. ഡോക്ടർ നിങ്ങൾ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഒറ്റ വാചകത്തിൽ അപ്പം നിർബന്ധമായും പരിണതപ്രജ്ഞനായ മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക് അങ്ങേക്കറിയാം, ഈ പറയുന്ന ബഹുമാനിയനായ ശ്രീ ഉമ്മൻചാണ്ടിയാണെങ്കിലും ബഹുമാനിയനായ ശ്രീ പിണറായി ആണെങ്കിലും ബഹുമാനിയനായ ശ്രീ കെ സുധാകരനാണെങ്കിലും US-ലും മയോ ക്ലിനിക്കിലും ജർമ്മനിയിലും ഒക്കെ പോയത് ഏത് പ്രത്യേക രോഗത്തിന്റെ ചികിത്സയ്ക്കാന്ന് അങ്ങേക്കറിയാം. അതും ഇതുമായിട്ടല്ല താരതമ്യം ചെയ്യേണ്ടത്. പിന്നെ 2, ഈ കാര്യത്തിനകത്ത് ഇപ്പൊ ഇവരുടെ പ്രിസൈസ്ലി ആയിട്ടുള്ള കേസാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് സർക്കാരിന്റെ ഔദ്യോഗിക പ്രതിനിധിയല്ല ഞാൻ രാഷ്ട്രീയപരമായി CPM-നോടൊപ്പം ഇടതുപക്ഷത്തിന്റെ സ്പോക്സ്പേഴ്സണായി ചർച്ചയിൽ പങ്കെടുക്കുന്നത് മാത്രം. സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആരോഗ്യമന്ത്രി തന്നെ ഇവരോട് അർത്ഥശങ്കകൾക്കിടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർ ഉന്നയിച്ച പേരുകാരുടെ പേരിൽ ഇപ്പോൾ വന്നിട്ടുള്ള നടപടിക്രമങ്ങൾ കോടതിയുടെ സമക്ഷത്താണ്. പ്രോസിക്യൂട്ട് ചെയ്യാൻ, സംരക്ഷിക്കാനല്ല, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിയാണ് സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. 2 ലക്ഷം രൂപ സമാശ്വാസ തുക എന്ന നിലയിൽ ആദ്യ ഘട്ടം കൈമാറിയത് അവർക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് അവർ വാങ്ങിയിട്ടില്ല. ഇരിക്കട്ടെ, അത് പോരാ. എങ്ങനെയായിരുന്നു സമാശ്വാസം ആരോഗ്യമന്ത്രി പറഞ്ഞത്? ഞാനതൊന്നും അല്ല, അത് പറയട്ടെ. കളവ് പറഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ആരോഗ്യമന്ത്രി പറയുന്ന കാര്യം കളവ് പറ്റില്ല. നമ്മൾ വെറുതെ സമയം കളയണ്ട. ഞങ്ങൾക്ക് നീതിയുക്തമായ ഒരു നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടാന്നുള്ളതിൽ ഒരു സംശയം ആർക്കുമില്ല. ഇത് കോടതിയിൽ പോയി തെളിയിക്കേണ്ട ഒരു കേസും ഇവിടെ ഇല്ല. ഇവിടെ എന്താ തെളിയിക്കപ്പെടേണ്ടത്? മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു. എന്റെ വയറിൽ കത്രിക ഉണ്ടായിരുന്നു, 5 വർഷം ഉണ്ടായിരുന്നു. അത് പുറത്തെടുത്തത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സാണ്. പിന്നെ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോഗ്യമന്ത്രി? ഞങ്ങൾ പലതവണ ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രി കാണാൻ ഞങ്ങൾ അനുമതി സർക്കാർ നൽകിയിട്ടില്ലേ? അപ്പോൾ ആ കോടതിയാണോ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ സംബന്ധിച്ചുള്ള അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങൾ കോടതി പ്രൊസീജിയറിന് മുമ്പിലാണ്. 2 വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കോടതി പ്രൊസീജിയറിന് മുമ്പിലാണ്. ഇവർ പറഞ്ഞ പ്രകാരം ആ കേസിലെ പ്രതികളെ സംരക്ഷിക്കുകയല്ല, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാർ കൊടുത്തിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കുന്നു ഇവർക്കുള്ള നിയമം, ഇവർക്കുള്ള നീതി പൂർണ്ണമായും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് തന്നെ ആ നടപടിക്രമങ്ങളിലേക്ക് അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.